ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുത്താൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. നാളെ അത് ഞാൻ അല്ല തന്നെ പറഞ്ഞാണ്. പിന്നെ അഥവാ ഇനി റൂം മേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ പാർട്ട് 2 ആയിട്ട് അങ്ങനെ ഓടി ബബ കടിച്ചോണ്ട് വരുന്നു. എന്താ ചെയ്യാനാ? എനിക്ക് ഈ കട്ടിൽ മേക്ക് ഓവർ ചെയ്തപ്പോഴേ നല്ല ഇഷ്ടമുണ്ടായിരുന്നു, സത്യം പറയുന്നു. പക്ഷെ ആരെങ്കിലും ഒക്കെ കലക്കാൻ വന്നാലോ, പിന്നാൾ വന്നാൽ എന്ത് ചെയ്യും? ആദ്യം അതൊക്കെ ഇങ്ങനെ മാറ്റണ്ടേ? അത് കഷ്ടപ്പെടുത്താൻ എനിക്കില്ല. അപ്പൊ എൻ്റെ റൂമിന് എന്തായി ഒരു അടിപൊളി മേക്ക് ഓവർ എടുക്കാന്ന് വെച്ചു. ഒറ്റ മിനിറ്റ് കൊണ്ട് ഒരു മേക്ക് ഓവർ. ഞാൻ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസിനൊക്കെ ഞങ്ങൾ ആ ഒരു ചെറിയൊരു ടേബിള് ഉണ്ടാക്കിട്ടോ. പിന്നെ ഞാൻ പുതിയൊരു ക്ലോത്ത് ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ കട്ടില്, അതുപോലെ തന്നെ ആ കൂട് എല്ലാവരും നല്ല അടിപൊളി ക്ലീനായിട്ട് ഞാൻ വെച്ചിട്ടോ. നല്ല വൃത്തിയില്ല ഇപ്പോൾ കാണാൻ. അപ്പം ഇത് ഓരോ സാധനങ്ങളും പുതിയതായിട്ടാണ്. ഇത് ഞാൻ പറഞ്ഞില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ കട്ടിങ് ബോർഡിന് ഞാൻ സാധാരണ ഒരു ടൈൽസിൻ്റെ പീസാണ് വെച്ചിരുന്നത്. ബട്ട് ഇതൊരു സ്റ്റീലിൻ്റെ ടേബിളായതുകൊണ്ട് തന്നെ അതിൽ വെക്കാൻ നേരെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം എൻ്റെ ഈ സ്റ്റിക്കേഴ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ കവായ സ്റ്റിക്കേഴ്സാണ് കേട്ടോ. പിന്നെ കുറേ വെറൈറ്റി ഐറ്റംസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, റൈറ്റിംഗ് സ്റ്റിക്കേഴ്സ് നമ്മുടെ ചാനലിനൊക്കെ ഉപയോഗിക്കണം തന്നെയാണ്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ തന്നെ നോക്കിക്കോളൂ കേട്ടോ. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ പുതിയ സംഭവമാണ് ഗൈസ്. നല്ല രസമല്ലേ കാണാൻ? ഇത് യൂണിക്കോൺ ടീമിലൊക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രക്കും കുറേ ഐറ്റംസ് സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ കവറിൽ വേടുന്ന കണ്ടില്ലേ. അപ്പോൾ എന്താ ഇത് നമ്മളെ കട്ടിങ് ബോർഡൊന്ന് ഞാൻ ഷേപ്പാക്കി വെച്ചാട്ടോ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ പുറത്തുനിന്ന്. എനിക്കെന്തോ ഇതിൻ്റെ ഈ ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ എത്ര നമുക്കൊക്കെ ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ തിരങ്ങണ കാണുമ്പോൾ ആർക്കാണ് ഒരു ഇഷ്ടം തോന്നും. അങ്ങനെ എനിക്കും ഇഷ്ടം തോന്നി ഗൈസ്. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് പരിചയമുള്ള സാധനമായിരിക്കൂലേ. യെസ്. പിന്നെ ഞാനൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സൂപ്പർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളെ ഫ്ലവർ വേസ്. നല്ല ഷെയ്ഡോ അല്ലേ? അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയ നമ്മളെ കുട്ടി ഫ്ലവർ വേസാണത്. ഞാൻ ഇവിടെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും സാധനങ്ങൾ മേലെയാണ്. എന്നാൽ താഴെ എൻ്റെ ടോംസിൻ്റെ കുറേ കളർ ബ്രഷുകളും അതിൻ്റെ മേലൊക്കെ നിന്നിട്ട് സാധനം സെലോ ടാപ്പും അങ്ങനെ ഞാൻ നല്ല ഒടുക്കത്തിൽ വെച്ചേക്കാം കേട്ടോ. എൻ്റെ ക്രാഫ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്തിരി ഒരു മോഹം, അതിന് വേണ്ടി വെച്ചതാണ്. പിന്നെ ഈ ഒരു ഭാഗം അന്ന് ഞാൻ നേരെ അടുക്കൊക്കെ വെച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ അത് ഞാൻ നേരെ കാണിച്ചു തരാം കേട്ടോ. ആ ഫുള്ളായിട്ട് എൻ്റെ ഓരോ ഏരിയകളും ഞാൻ കാണിച്ചു തരാവേ. അത് ജസ്റ്റ് ഒരു ചെറിയൊരു ഏരിയ. ഇതാണ് എൻ്റെ കട്ടില. അപ്പൊ ഗായ്സ്, നമ്മൾ ഈ വീഡിയോ ഒന്ന് കളർഫുൾ ആക്കാൻ ഞാൻ എൻ്റെ വക ഒരു പാട്ട് കൂടിയും സപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും കാണാൻ പഠിച്ചിട്ടില്ല, കാരണം നിങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കാതെ എപ്പോഴെങ്കിലും ഒക്കെ വിചാരിച്ചു ഞാൻ വേഗം ഒറിജിനലായിട്ട് ഡയറിയിലൊക്കെ തപ്പെടുത്തിട്ട് പാട്ട് എടുത്താണ് കേട്ടോ. അത് ഇഷ്ടപ്പെട്ട വേഗം കമന്റ് ചെയ്തോളെ. ബാബ എന്നൊരു തണൽ മരത്തിൽ ചില്ല പിടിച്ചു ഞാൻ നടന്നു മെല്ലെ. ത്യാഗം അറിയാനായി തോന്നിഞ്ഞ നേരം കലമിൻ മഷി തീരെ മതി വന്നില്ല. കലമിൻ മഷി തീരെ മതി വന്നില്ല. സൂര്യൻ ഉദിച്ചോറു വിയർപ്പു തള്ളി മണ്ണിൽ ഹൃദയത്തിൽ പതിഞ്ഞു പോയി. പാതിൽ സുഗന്ധപ്പൂ മണം വീശുന്നു. പാപ എന്ന
ബാപ്പ എന്നൊരു വിളിയിലുണ്ട്, കാണാ കിനാവിൻ്റെ പ്രതീക്ഷയെന്നും. ബാപ്പ എന്നൊരു തണൽ മരത്തിൽ ചില്ല പിടിച്ചു ഞാൻ നടന്നു മെല്ലെ. അസ്സലാമു അലൈക്കും.